ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവില് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായിട്ട് നമുക്കൊന്ന് ചേരുവാനായിട്ട് സ്വർഗത്തിലെ പിതാവ് അനുവദിച്ച ഈ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വങ്ങളും ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. വചനത്തിൻ്റെ വ്യക്തത ലഭിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയഫലകങ്ങളിൽ ഫലപ്രദമായിട്ടത് മാറ്റപ്പെടുവാനായിട്ട് ഗ്രന്ഥകർത്താവായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സംരക്ഷണ സാന്നിധ്യം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കാം. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ ഈ സമൂഹത്തിൽ. പരമകാരുണ്യവാനായ സ്വർഗീയ അപ്പച്ച, അങ്ങയുടെ വചനത്തിന്റെ വ്യക്തത ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അങ്ങയുടെ വലിയ സംരക്ഷണ സാന്നിധ്യം ഈ നിമിഷം ശുശ്രൂഷയിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന പുസ്തകം 119 130 വാക്യം ഇപ്രകാരം ഞങ്ങളെ പഠിപ്പിക്കുന്നു: അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നുവെന്ന്. പൊന്നുതമ്പുരാനെ, ഞങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ വചനത്തിന്റെ ചുരുളഴിയപ്പെടുവാൻ തക്ക സ്വർഗീയ ജ്ഞാനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അയക്കപ്പെടുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇതിന്റെ അർത്ഥവ്യാപ്തികൾ ഫലപ്രദമായി തീരുവാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാഖാവൃന്ദങ്ങളെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരെ, വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ചില സുഹൃത്തുക്കളിൽ നിന്നെങ്കിലും പറഞ്ഞു കേട്ട ചില അഭിപ്രായ വ്യതിയാനങ്ങളിൽ നിന്ന്, ചില വാക്കുകളിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വചനം സംസാരിക്കുവാനായിട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില സുഹൃത്തുക്കളെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അധികം പ്രാർത്ഥിച്ചാൽ, അതല്ലെങ്കിൽ ദൈവവുമായിട്ട് അധികം അടുത്താൽ ദൈവം കൂടുതലായിട്ട് പരീക്ഷിക്കും, അതല്ലെങ്കിൽ ദൈവം കൂടുതലായിട്ട് സഹനങ്ങൾ ഇട്ടുകൊടുക്കും അവരുടെ ജീവിതത്തിലേക്ക് എന്നെല്ലാം. പ്രാർത്ഥിക്കുന്ന ചില മക്കളിൽ നിന്നും മറ്റൊരു വശം കൂടി കേൾക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ ദൈവവുമായിട്ട് വ്യക്തിബന്ധത്തിലൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്രകാരമുള്ള ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചില സഹനങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ദൈവം മുൻകൂട്ടി ഞങ്ങളെ അറിയിക്കുകയും അതിനുള്ള പ്രതിവിധി ഞങ്ങളോട് പറഞ്ഞു തരികയും ആ പ്രതിവിധിയിലൂടെ ആ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരിക പോലും ചെയ്യാതെ അവ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്നും സന്തോഷപ്രദമായിരിക്കാനായിട്ട് ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ഇപ്രകാരം സഹനത്തിന്റെ, വേദനയുടെ ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് വശങ്ങളും പറഞ്ഞു കേൾക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തിന്റെ അർത്ഥം? എന്താണ് ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുവാനുള്ള കാരണം? ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് ഇന്ന് ഈ കൊച്ചു ശുശ്രൂഷയിലൂടെ നാം ധ്യാനിക്കുവാനായിട്ട് പോവുക. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നിരീശ്വരവാദിയിലും ഈശ്വര വിശ്വാസിയിലും ഒരുപോലെ കടന്നു വരുന്ന ഒരു പ്രപഞ്ച സത്യമാണ് ജീവിതത്തിലെ വേദന, അല്ലെങ്കിൽ സഹനങ്ങൾ, അല്ലെങ്കിൽ പരാജയത്തിന്റെ അവസ്ഥകൾ എന്നെല്ലാം പറയുന്നത്. പലപ്പോഴും ചില പുസ്തകങ്ങളിൽ പോലും വായിക്കുവാനായിട്ട് ഇടവന്ന അവസ്ഥ,
ജീവിതത്തില് വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ അല്പമൊക്കെ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തെക്കാൾ നല്ലതായിട്ട് കാണപ്പെടുന്ന നിരീശ്വരവാദിയുടെ ജീവിതത്തിലെ വാദമുഖങ്ങളാണ് എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നിരീശ്വരവാദി ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ അല്പമൊക്കെ പ്രാർത്ഥിക്കുന്ന ഈശ്വര വിശ്വാസി ആരെയെങ്കിലും ഒന്ന് പഴിചാരുമ്പോൾ തന്റെ ജീവിതത്തിൽ അല്പം ആശ്വാസം ലഭിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാകാം അവൻ ഉടയവനായ ദൈവത്തിന്റെ മേലെ, എങ്കിലും നീ എന്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം ചെയ്തുവല്ലോ, പ്രാർത്ഥിച്ചിട്ട് എന്തേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ മാറിപ്പോകാതെ വീണ്ടും വീണ്ടും അവശേഷിക്കുന്നു, കടന്നു വരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉടയവനായ ദൈവത്തെ കുറ്റം പറയുവാനും, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുവാനും, വിശ്വാസരാഹിത്യങ്ങൾ കടന്നു വരുവാനും അല്പമൊക്കെ പ്രാർത്ഥിക്കുന്ന ഈശ്വര വിശ്വാസിയുടെ ജീവിതത്തിൽ ഇടവന്ന് പോയിട്ടുണ്ടാകാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവം ഇതാണോ ആഗ്രഹിക്കുക? ഒരു വേദന, ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം എന്താണ് അതിൽ നിന്നും പ്രതീക്ഷിക്കുക? വിശുദ്ധ ബൈബിൾ എന്താണ് നമ്മെ പഠിപ്പിക്കുക? ഇതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുക. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തെ നമുക്ക് ഇപ്രകാരം ഒന്ന് നിർവചിക്കാം: മനുഷ്യ പദ്ധതി പരാജയപ്പെടുകയും ദൈവ പദ്ധതി തിരിച്ചറിയപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മാനുഷിക വികാരമാണ് സഹനം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, മനുഷ്യ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ ദൈവ പദ്ധതി അതിക്കുമേലുള്ളത് എന്ത് എന്ന് തിരിച്ചറിയപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന ഒരു മാനുഷികമായ വികാരമാണ് വേദന അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗം എടുത്ത് വ്യാഖ്യാനിക്കുവാനല്ല ആഗ്രഹിക്കുക. ബൈബിൾ മുഴുവനായിട്ട് എടുത്ത് വായിച്ചിട്ട് നമ്മൾ അതിനെ, സഹനത്തെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സഹനങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. ഒന്നാമതായിട്ട് വചനം പറയുന്നു, മാനുഷിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ. രണ്ടാമതായിട്ട് ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പ്രവൃത്തികളെയും സഹനങ്ങളെയും കുറിച്ചാണ് ഇന്ന് നാം ഒന്ന് വ്യാഖ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് മാനുഷിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്ന സഹനം. ഇതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മിൽ ബോധപൂർവം അവശേഷിപ്പിച്ചിരിക്കുന്ന ചില കുറവുകൾ എന്ന് പറയുമ്പോൾ ചില പാപത്തിന്റെ അവസ്ഥകൾ, ചില ജഡിക ഭാവങ്ങൾ, ചില സ്വഭാവ വൈകല്യങ്ങൾ, ചില ദുശ്ശീലങ്ങൾ, ഇവ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ വരുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനമായിട്ട് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ അല്പവചനം ധ്യാനിച്ചുകൊണ്ട് ഇതിന് അല്പം കൂടി വ്യക്തതയോടെ നമുക്ക് സംസാരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തോട് ദൈവം അരുൾ ചെയ്യുന്നു, ഈ നാട് നിനക്ക് അവകാശമായി തരുവാൻ നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഇത് സംഭാവ്യമാകുവാനായിട്ട് നീ ചെയ്യേണ്ടത് 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടാട് എന്നിവയെയും ഒരു ചെങ്ങാലി, ഒരു ഇളം പ്രാവ് എന്നിവയെയും എനിക്കായി കൊണ്ടുവരിക. അവയെ എനിക്കായിട്ട് നീ ബലി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അബ്രാഹിം ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു, ബലിപീഠം ഒരുക്കി, ഇവയെല്ലാം ബലിപീഠത്തിന്മേൽ വച്ചു. അവൻ 3 വയസ്സ് വീതം പ്രായമുള്ള പശുക്കിടാവിനെയും പെണ്ണാടിനെയും മുട്ടാടിനെയും പിളർന്ന് ബലിപീഠത്തിന്മേൽ വെച്ചു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അഗ്നി ഇറക്കി തന്റെ ബലി സ്വീകരിക്കുവാനായിട്ട്. എന്നാൽ അവരുടെ സങ്കടകരമായ ഒരു കാഴ്ച തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങിയപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. ദൈവത്തിനു വേണ്ടി അവർ അർപ്പിച്ച ബലിയിന്മേല് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ബലി സ്വീകരിക്കാതെ സമയങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ബലിവസ്തുവിന്മേൽ കഴുകനിറങ്ങി ബലിവസ്തുക്കൾ കൊത്തുവാനായിട്ട് ഇടവന്നു. തുടർന്നുള്ള വചനം ഇവിടെ പറയുന്നു, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിൽ ആണ്ടുപോയി എന്ന്.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി അർപ്പിച്ച ആ വിശുദ്ധമായ ഒരു ബലി അഗ്നി ഇറക്കി ദൈവം സ്വീകരിക്കുന്നതിന് പകരമായിട്ട് അവിടെ കഴുകനിറങ്ങി ബലിവസ്തുക്കള് കൊത്തുകയും അബ്രാം ഗാഢനിദ്രയിൽ ആണ്ടുപോവുകയും ചെയ്തു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനുണ്ടായ കാരണമാണ് ഇനി നാം ധ്യാനിക്കുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് പോവുക. അവിടെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പക്ഷികളെ അവൻ പിളർന്നില്ല. അവിടെ ദൈവം പറയുന്നുണ്ട്, ബലിവസ്തുക്കളെ കൊണ്ടുവന്ന് പിളർന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായപ്പോ ആ തന്റെ ജീവിതത്തിലെ വലുത് എന്ന് തോന്നിയതായ, ബലിവസ്തുക്കളിൽ വലുത് എന്ന് തോന്നിയതായ പശുക്കിടാവിനെയും പെണ്ണാടിനെയും മുട്ടാടിനെയും എല്ലാം പിളർന്ന് അവൻ ദൈവത്തിന് ബലിയർപ്പിച്ചു. എന്നാൽ ചെറുത് എന്ന് കരുതിയതായ ഇളം പ്രാവിനെയും ചെങ്ങാലിയെയും അവൻ പിളർന്നില്ല. ഇവിടെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുവാൻ തടസ്സമായി നിന്നു. മറ്റൊരു വാക്യം വളരെ മനോഹരമായിട്ട് അവിടെ പറയുന്നു. 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അവിടെ പിളർന്നിട്ടിരിക്കുന്ന മുട്ടാടിനെയും പശുക്കിടാവിന്റെയും എല്ലാം നടുവിലൂടെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ആ ബലി ദൈവം സ്വീകരിച്ചു. എന്നാൽ പിളർക്കാത്തതായ ചങ്ങാലിയുടെയും പ്രാവിന്റെയും മേൽ അഗ്നി ഇറങ്ങിയില്ല, ആ ബലി സ്വീകാര്യമായില്ല. കഴുകനിറങ്ങി ബലിവസ്തുക്കളെ കൊത്തുവാനായിട്ട് ഇടവന്നു. അബ്രാം തന്റെ ബലി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഗാഢനിദ്രയിൽ ആഴ്ന്നു പോകുവാനും ഇടവന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, തന്റെ ബലിവസ്തുക്കളിൽ ചെറുത് എന്ന് കരുതിക്കൊണ്ട് പിളർക്കാതെ അവശേഷിപ്പിച്ച ചങ്ങാലിയും പ്രാവും അവിടെ നിൽക്കുമ്പോൾ അവയിൽ ബലിവസ്തുവിൽ അഗ്നി ഇറങ്ങിയില്ല എന്നും ആ ബലി ദൈവത്തിന് സ്വീകാര്യമായി മാറിയില്ല എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് എന്നെ തന്നെ ഒരു വിശുദ്ധ ബലിയായിട്ട് ഞാൻ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങൾ തന്നെ ദൈവത്തിന് മുൻപിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുമ്പോൾ, നമ്മെ പൂർണ്ണമായിട്ടും സ്വീകാര്യമായ ഒരു ബലിയായി മാറ്റി തീർക്കുവാനായിട്ട് നമ്മിൽ നാം ബോധപൂർവം അവശേഷിപ്പിച്ചിരിക്കുന്ന, ചെറുത് എന്ന് കരുതിക്കൊണ്ട് അവഗണിച്ചിരിക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ അവസ്ഥകള്, ജഡികതയുടെ അവസ്ഥകള്, സ്വഭാവത്തിന്റെ വൈകല്യങ്ങള്, ഏതെങ്കിലും ദുശീലങ്ങൾ ഇവ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ, എന്റെ ബുദ്ധി കൊണ്ട് അവയെ ചെറുത് എന്ന് കരുതിക്കൊണ്ട് ഞാൻ അവഗണിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആ ബലി ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായിട്ട് മാറിയില്ല. സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയപ്പോൾ പിളർന്നിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം അവ കടന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണമായി ഇവിടെ നാം വചനം പറഞ്ഞത്. രണ്ടാമതായിട്ട്, നാം അറിയാതെ നമ്മിൽ അവശേഷിക്കുന്ന ചില വിശുദ്ധി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മാറാറുണ്ട്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നവ. സക്കറിയ പുസ്തകം 3-ാം അധ്യായത്തിന്റെ അകത്ത് നമുക്ക് ആ വചനഭാഗം ഒന്ന് ധ്യാനിക്കാം. സക്കറിയയുടെ പുസ്തകം 3-ാം അധ്യായത്തില് ജോഷുവ പുരോഹിതൻ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജോഷുവ പുരോഹിതന്റെ ജീവിതത്തില് അഭിഷേകം കൊടുക്കുവാനായിട്ട് ദൈവം തിരുവുള്ളമായ ഒരു പ്രത്യേക ദിവസം, പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗം നിൽക്കുന്നതും അവൻ കാണിച്ചു തന്നു. 2-ാം വാക്യം, കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. തുടർന്നുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, വിശുദ്ധിയോടെ ജീവിച്ച ജോഷുവ പുരോഹിതന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൊടുക്കുവാനായിട്ട്, നന്മ കൊടുക്കുവാനായിട്ട് ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കുകയും ആ ദിവസം അഭിഷേകം ചെയ്യുവാനായിട്ട് ദൂതൻ ജോഷുവ പുരോഹിതന്റെ ജീവിതത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെ വാദിക്കുവാനായിട്ട് സാത്താൻ അവിടെ എത്തി. സാത്താൻ അവിടെ എത്തിയിട്ട് സാത്താൻ വാദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? 3-ാമത്തെ വാക്യം, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ പുരോഹിതനെ അഭിഷേകം നിശ്ചയുകയാണോ? വസ്ത്രത്തിന്റെ വിളുമ്പിലെ അഴുക്കു പോലും
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറ്റപ്പെട്ടു. അവിടെ സ്വർഗത്തിലെ പിതാവ് ദൂതഗണങ്ങളെ അയച്ച് വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവനെ അഭിഷേകം ചെയ്തതായിട്ടാണ് പിന്നീടുള്ള വചനങ്ങൾ നാം കാണുക. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രത്തിലെ അഴുക്ക് പോലും, ജീവിതത്തിലെ അഴുക്കല്ല, വസ്ത്രത്തിലെ അഴുക്ക് പോലും നമ്മുടെ അനുഗ്രഹത്തിനെതിരെ വാദിക്കുവാനായിട്ട് പിശാചിന് കളമായി തീരുന്നു. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുന്ന ഏതെങ്കിലും മേഖലകൾ ഇപ്രകാരമുള്ളത് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നുവെങ്കിൽ അതുപോലും വാദിക്കുവാനായിട്ടും തിരിച്ചറിയുവാനായിട്ടും പിശാചിന് കഴിയുന്നു. അവൻ നമുക്കെതിരെ വാദിക്കുവാനായിട്ട് ദൈവസന്നിധിയിലെത്തുന്നു. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് കാല വിളംബം കടന്നു വരുന്നു. ഒന്ന് ചേർന്ന് പറയാവോ ഹല്ലേലൂയ? ചേർന്ന് പറയാവോ ഹല്ലേലൂയ? മറ്റൊരു വശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ. ഒന്നാമായിട്ട് നാം കണ്ടു മാനുഷിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്ന സഹനങ്ങൾ. രണ്ടാമതായിട്ട് ദൈവ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്ന സഹനങ്ങളെ കുറിച്ച് നമുക്കൊരു ചിന്തിക്കാം. നമുക്കറിയാം, ഒന്നാമതായിട്ട് ഈ ഗണത്തിൽപ്പെടുത്തുവാനായിട്ടുള്ള ഏറ്റവും പ്രാപ്തനായ വ്യക്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജോബാണ്. ജോബിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. വചനം ഇപ്രകാരം അദ്ദേഹത്തെ കുറിച്ച് പറയുക: നീതിമാൻ, വിശ്വസ്തൻ. ഇതൊക്കെയാ ജോബിനെ കുറിച്ച് പറയുക. നീതിമാനായ വിശ്വസ്തനായ ജോബിന്റെ ജീവിതത്തില് പിശാച് ദൈവത്തോട് പറയുന്നു, നീ എല്ലാവിധ സംരക്ഷണങ്ങളും കൊടുത്തത് കൊണ്ടാ അവൻ നീതിമാനും വിശ്വസ്തനുമായിട്ട് നിൽക്കുക. ദൈവം ജോബിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? ദൈവം ഒരു വ്യക്തിയെ എത്ര കണ്ട് പുകഴ്ത്തിയ സംസാരിക്കുക. പക്ഷെ അവിടെ പിശാചു പറയുന്നു, നീ ഇത്ര കണ്ട് അവന്റെ സമ്പത്തിന്മേലും ജീവിതത്തിന്മേലും സംരക്ഷണം കൊടുത്തത് കൊണ്ടാ അവൻ ഇപ്രകാരം അചഞ്ചലനായി നിൽക്കുന്നത്. നീ ഒന്ന് അനുവദിക്ക്, അപ്പോൾ കാണാം അവന്റെ വിശ്വാസത്തിന്റെ ആഴം. ദൈവം അനുവദിക്കുന്നു. അവിടെ ദൈവം പറഞ്ഞു, അവനെ തുടർന്ന് അവന്റെ സമ്പത്തിൽ തൊട്ടുകൊള്ളുക. സമ്പത്തിൽ തൊട്ടു, നമുക്കറിയാം, എല്ലാം ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടു. വീണ്ടും അചഞ്ചലനായിട്ട് ജോബ് നിന്നപ്പോ പിശാച് പറഞ്ഞു, നീ അവന്റെ ജീവിതത്തിൽ നിന്ന് തൊട്ടു നോക്ക്. അപ്പൊ ദൈവം പറഞ്ഞു, അവന്റെ ജീവനിൽ തുടരുത്, ജീവിതത്തിൽ തൊട്ടുകൊള്ളുക. വ്രണങ്ങളെല്ലാം വന്ന് പുഴുവരിച്ച് അവൻ ചാരം പൂശി കഷണങ്ങൾ എടുത്ത് വ്രണങ്ങളെല്ലാം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെല്ലാം നാം വായിക്കുന്നുണ്ട്. അവിടെ ജോബ് നിലനിന്ന ഒരു അവസ്ഥയുണ്ട്. ജോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതേ പ്രിയപ്പെട്ടവരെ, ജോബ് തന്റെ ഭാര്യയോട് പറയുന്ന ഒരു മനോഹരമായ വചനഭാഗമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം തന്റെ ഭാര്യയോട് പറയുന്നു. ജോബിന്റെ ഭാര്യ ജോബിനോട് പറഞ്ഞു, ഇനിയെങ്കിലും ഈ ദൈവത്തെ ഉപേക്ഷിച്ച്, ഇനിയെങ്കിലും ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ജോബിന്റെ ഭാര്യ ഉപദേശിക്കുമ്പോ ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? മനോഹരമായൊരു വചനം പ്രിയപ്പെട്ടവരെ. ഇത് പറയുമ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ വിളിച്ച് അവന്റെ മനസ്സിന്റെ ഭാരം പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ്. ആ മകൻ പ്രകാരം പറഞ്ഞു, കഴിഞ്ഞ 4.5 വർഷമായിട്ട് തൻ്റെ ഒരു സഹോദരന്, നാട്ടിലുള്ള സഹോദരന് ചോദിക്കുമ്പോഴെല്ലാം പണം അയച്ചു കൊടുക്കുവാനായിട്ട് ഈ സുഹൃത്ത് തയ്യാറായി. അദ്ദേഹത്തിന് ചെറിയ എമൗണ്ട് ആവട്ടെ, വലിയ എമൗണ്ട് ആവട്ടെ, ചോദിക്കുമ്പോഴെല്ലാം ഇവൻ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി, വർഷങ്ങൾ മുന്നോട്ട് പോയി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ജീവിത ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്ന്, ജോലിയിൽ ചില വിഷയങ്ങളൊക്കെ കടന്നു വന്ന്, സാമ്പത്തികമായിട്ട് അവർ വളരെ പരാജയത്തിലും വളരെ താഴേക്ക് പോയൊരവസ്ഥയിലും ഒരു വലിയ എമൗണ്ട് നാട്ടിലുള്ള ആ ജ്യേഷ്ഠൻ ചോദിച്ചു. ഈ സുഹൃത്തിന് കൊടുക്കുവാനായിട്ട് തൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഇപ്പോൾ എൻ്റെ കൈവശം അതില്ല തരുവാനായിട്ട്, കാരണം ഇന്ന വിഷയങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് അറിയാമല്ലോ.
പെട്ടെന്ന് നാട്ടിലുള്ള ആ ജ്യേഷ്ഠൻ ഇദ്ദേഹത്തോട് വളരെ പരുഷമായിട്ട് സംസാരിക്കുകയാണ്. അല്ലെങ്കിലും എനിക്കറിയാം, നീ UK എത്തി, പൗണ്ടൊക്കെ കണ്ടപ്പോൾ ബന്ധങ്ങളെല്ലാം മറന്നു, നീ സ്നേഹബന്ധങ്ങളെല്ലാം മറന്നു, നിനക്ക് പൗണ്ടിൽ നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ഇവന് ഒരുപാട് കുറ്റം പറഞ്ഞു. ഇവനെല്ലാം വേദനയോടെ ഏറ്റെടുത്തിട്ട് അവൻ കരയുകയായിരുന്നു ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട്. ആ മകൻ പറഞ്ഞു, കഴിഞ്ഞ 4.5 വർഷത്തോളമായിട്ട് ഞാൻ ആ ജ്യേഷ്ഠന് കൊടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൻ മറന്നിട്ട് ഒരു പ്രാവശ്യം എനിക്ക് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്നെ കുറ്റം പറയിപ്പിക്കുവാനും എന്നെ വിധിക്കുവാനും എന്നെ കരയിപ്പിക്കുവാനും ആ ജ്യേഷ്ഠൻ ഇടവരുത്തിയല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, 4.5 വർഷം കൊടുത്ത അനുഗ്രഹങ്ങൾ ഒരു നിമിഷം മറന്നപ്പോ അവന്റെ മനസ്സ് വേദനിച്ചുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പറയും, മകനെ മകളെ, കഴിഞ്ഞ 20, 30, 40, 50 വർഷമായിട്ട് നീ പോലും അറിയാത്ത വിധങ്ങളിൽ തകർന്നടിഞ്ഞു പോകാമായിരുന്ന വേളകളിൽ നീ പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ ഞാൻ തന്നുകൊണ്ട് നിന്നെ വഴി നടത്തി ഇത്രയും തലങ്ങളിൽ നിന്നെ എത്തിച്ചിട്ട് നീ ചോദിക്കുന്ന, നീ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് സമയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊന്ന് കാത്തുവെച്ചപ്പോഴേക്കും നീ എന്നോട് പരിഭവം പറയുന്നുവോ, നീ എന്നോട് മറുതലിക്കുന്നുവോ, നീ ദൈവത്തെ പഴിക്കുന്നുവോ, പ്രാർത്ഥനയിൽ നിനക്ക് മടുപ്പ് കടന്നു വരുന്നുവോ, നിനക്ക് ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം, പ്രാർത്ഥനയിലുള്ള കുറവെല്ലാം കടന്നു വന്നുകൊണ്ട് എന്റെ മകനെ മകളെ നീ ഇപ്രകാരം തകർന്നടിഞ്ഞു പോകുന്നത്? ജോബ് പറഞ്ഞ ഒരു വാക്യം ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കുവാനായിട്ട് എന്തുകൊണ്ട് മടിക്കുന്നു? അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലെ നന്മകളെ ഒരു നിമിഷം കൊണ്ട് മറന്ന് ഒരു നിമിഷത്തെ നന്മ കിട്ടാതെ വരുമ്പോൾ, നന്മയ്ക്കൽപ്പം കാലവിളംബം കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിക്കുന്ന മകനും മകളുമായിട്ട് നാം മാറ്റപ്പെട്ടാൽ ദൈവത്തിന്റെ മുൻപിൽ വലിയ ഒരു നന്ദിയില്ലാത്ത മക്കളായിട്ട് നാം മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് ദൈവം നേരിട്ട് പരീക്ഷിക്കുന്ന ഒരവസ്ഥ. ഒന്നാമതായിട്ട് നാം കണ്ടു ദൈവം സഹനം അനുവദിച്ച അവസ്ഥ. രണ്ടാമതായിട്ട് ദൈവം നേരിട്ട് സഹനം കൊടുക്കുന്ന അവസ്ഥ, ദൈവം നേരിട്ട് പരീക്ഷിക്കുന്ന അവസ്ഥ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തില് അബ്രാഹത്തെ തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുവരാം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കാത്തിരുന്ന് 100 വയസ്സായപ്പോൾ തന്റെ പൊന്നോമന മകൻ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് ബാലനായിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം അബ്രാഹത്തോട് പറയുന്നു, നിന്റെ മകനെ മോറിയ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അവിടെ കാട്ടുന്ന ഒരു മലയിൽ കയറ്റി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ട ഒരു വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, വാക്കുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ പോലും ദൈവത്തിന്റെ വാക്കിനെതിരെ ഒരു നിമിഷം പോലും ഒന്ന് പുനർവിചിന്തനം ചെയ്യാതെ അബ്രാഹാം ഉടനെ തന്നെ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പൂവണിയട്ടെ എന്നുള്ള ഒരേ ഒരു ചിന്തയോടുകൂടി തന്റെ കുഞ്ഞിനെയും എടുത്ത് കഴുതപ്പുറത്തിരുത്തി വിറകുമെല്ലാം എടുത്ത് അവൻ യാത്ര ചെയ്യുകയാണ്. ഉടനെ തന്നെ ദൈവത്തിന്റെ കൽപ്പന ശിരസാ വഹിക്കുന്ന ഒരവസ്ഥ. അവർ മോറിയ മലയിലേക്ക് പോകുന്നു. മോറിയ മലയിൽ ചെന്ന് വിറകെല്ലാം അടുക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ഒടുവിൽ മനചാഞ്ചല്യം പോലും കൂടാതെ ദൈവം എന്തോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിനായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ള ഓരോ മനോഭാവത്തോടുകൂടി വാളെടുത്ത് തന്റെ കുഞ്ഞിനെ വെട്ടുവാനായിട്ട് അവൻ ഒരുങ്ങുന്നു. ഉടനെ അവിടെ ദൈവം പറയുന്നു, അരുത്, കുഞ്ഞിന് മേൽ കൈ വയ്ക്കരുത്. ദൈവം പറയുന്ന ഒരു വചനഭാഗമുണ്ട്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. പ്രിയപ്പെട്ടവരെ, ആ സഹനം അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് അനുവദിച്ചു കൊടുത്തതിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രാഹാം ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ദൈവത്തിന് ഒന്ന് ഉറപ്പ് വരുത്തണം. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മാനുഷികമായ ഒരു ഭയമല്ല അവിടെ. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുമായിട്ട് ഈ കുറച്ച് സമയത്തിൽ നമുക്ക് സമയമില്ല. 1-2 വാക്ക് മാത്രം പറയുക. ദൈവ ഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പാപത്തെ വെറുക്കലാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തെ വെറുക്കൽ അഥവാ
പാപത്തെ വെറുക്കലാണ് ദൈവ ഭയം എന്നുള്ള വാക്കുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുക. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ശിരസാ വഹിക്കുവാനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും കഴിയുന്ന ഒരവസ്ഥ. അബ്രാഹത്തിന് ആ അവസ്ഥ, ദൈവത്തെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ട് എന്ന് സ്വർഗത്തിലെ പിതാവിന് ഉറപ്പായി. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 12 വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഈ ഉറപ്പിനു വേണ്ടി അബ്രാഹത്തിന് മുൻപിൽ ദൈവം തന്നെ അനുവദിച്ച ഒരു സഹനം, ഒരു പരീക്ഷണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാത്തിരിപ്പുകൾ കടന്നു വരുമ്പോ ദൈവവും പിശാചും നമ്മിലേക്ക് ഉറ്റുനോക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സഹനം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം അതിന്മേൽ ഉറ്റുനോക്കും. എൻ്റെ മകൻ, എൻ്റെ മകൾ ഈ അവസ്ഥയിൽ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ അനുവദിച്ച, ഞാൻ തന്നെ ചെയ്യുന്ന ഒരു സഹനമാണ് എങ്കിൽ അവൻ എപ്രകാരം അതിന്മേൽ പ്രതികരിക്കുന്നു? എന്നെ കുറ്റം പറഞ്ഞ വിശ്വാസരാഹിത്യം വന്ന് അവൻ മുന്നോട്ട് പോവുകയാണോ? അതോ ദൈവ പദ്ധതിക്ക് മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ സമ്പൂർണമായ ഒരു സമർപ്പണ മനോഭാവത്തോടെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് കഴിയുന്ന ഒരു മകനും മകളുമായിട്ട് നാം അവിടെ മാറ്റപ്പെടുകയാണോ? അതേ പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശപ്പെടല്ലേ, തളരല്ലേ, ദൈവത്തെ പഴി പറയല്ലേ. ദൈവത്തിന് അതിന്മേൽ വലിയൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദാസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സാക്ഷ്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി 7 വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുക്കള്, ഇങ്ങനെ ഒരുപാട് പേരിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ചില സംസാരങ്ങൾ ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടവന്നു. എൻ്റെ ജീവിത പങ്കാളി, അവൾ വാവിട്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ടായി. അവര് ഞങ്ങളെ വല്ലാതെ നിർബന്ധിച്ചു. IVF, ടെസ്റ്റ് ട്യൂബ്, ശിശു, അങ്ങനെയുള്ള വൈദ്യശാസ്ത്രപരമായ മേഖലയിലൂടെ മുന്നോട്ട് പോയിട്ട് ഒരു കുഞ്ഞിന് ശ്രമിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയില്ല, നിങ്ങൾ എന്തേ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞങ്ങളെ ഒരുപാട് നിർബന്ധിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു. ഒരുപക്ഷെ സ്നേഹം കൂടുതൽ കൊണ്ടാവാം. അന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി കരം കോർത്ത് പിടിച്ചെടുത്ത ഒരു തീരുമാനമുണ്ട്. ഞങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. വൈദ്യശാസ്ത്രം എത്ര കണ്ടു വളർന്നുവെങ്കിലും ഒരു ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ വൈദ്യശാസ്ത്രം ഇന്നും അപ്രാപ്യമാണ്, അപര്യാപ്തനല്ല. അങ്ങനെയെങ്കിൽ ഒരു ജീവൻ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ദാനമായിരിക്കെ ജീവദാതാവായ ദൈവം അനുവദിക്കുമ്പോഴല്ലാതെ ഒരു ജീവൻ എങ്ങും ഉടലെടുക്കുക സാധ്യമല്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ഒരു ജീവൻ നൽകുവാനായിട്ട് തിരുവുള്ളമായി എങ്കിൽ മറ്റൊരു ശക്തികൾക്കും അതിനെ തടയുവാനും കഴിയത്തില്ല. അവിടെ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളുടെയും മുൻപിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനം, വിശ്വാസം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, IVF-ലൂടെയോ ടെസ്റ്റ് ട്യൂബിലൂടെയോ ഞങ്ങൾക്കൊരു പൈതലിനെ വേണ്ട. ഞങ്ങളുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് എന്ന് സ്വർഗത്തിലെ ദൈവം ഒരു പൈതലിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നുവോ അന്ന് മതി ഞങ്ങൾക്കൊരു പൈതലിനെ. ഞങ്ങൾ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാണ്. ഒരു വൈദ്യശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ വിവാഹം എന്ന കൂതാശയിലേക്ക് പ്രവേശിച്ച ഭാര്യയും ഭർത്താവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്നും ശക്തനാണ് എന്ന് ഞങ്ങൾ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കളുടെ എല്ലാം മുൻപിൽ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളുടെ തീരുമാനം അപ്രകാരമാണെങ്കിൽ ആയിക്കോട്ടെ. ഞങ്ങൾ നാട്ടിൽ നിന്നും മടങ്ങി വന്നു. ദൈവത്തെ ഏറ്റുപറഞ്ഞ്, വിശ്വാസം ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ ദൈവം വെറുതെ ഇരിക്കില്ല. പ്രിയപ്പെട്ടവരെ, 7 വർഷക്കാലം ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങൾ തിരിച്ച് UK-യിലെത്തി. 1 മാസത്തിനുള്ളിൽ ഞങ്ങളെ വേദനിപ്പിച്ച ബന്ധുക്കളോട് ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി. ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നുവെന്ന്. 1-ാം മാസം ഞങ്ങൾ വന്നാൽ തിരിച്ചെത്തിയ ആദ്യ മാസം തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഗർഭപാത്രത്തിൽ ദൈവം ഒരു ജീവൻ നിക്ഷേപിച്ചു.
ഇന്ന് എൻ്റെ ക്രിസ്റ്റോ മോന് 4 വയസ്സായി. അവനുണ്ടായി 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മോളെ കൂടി തന്ന് സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ദൈവം ഉറ്റുനോക്കും എപ്രകാരം ഈ മകൻ ഈ മകൾ അതിൻ്റെ മേൽ പ്രതികരിക്കുന്നുവെന്ന്. വിശ്വാസം തളരാതെ, പ്രത്യാശ തളരാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തിന് മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ കഴിഞ്ഞാൽ ദൈവം കൈവിടില്ല പ്രിയപ്പെട്ടവരെ. ദൈവം മറുപടിക്ക് വേണ്ടി കാത്ത് വെക്കില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ഒന്നേ ആവശ്യമുള്ളൂ. അബ്രാഹത്തോട് പറഞ്ഞതുപോലെ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നീ എന്നെ വിട്ടുപോവില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. എൻ്റെ ജീവിതത്തിൽ വേദനകൾ, കാലതാമസങ്ങൾ വരുമ്പോൾ നീ എന്നെ വിട്ടുപോവില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാ. മോനെ മോളെ, ഈ കാലതാമസങ്ങൾ ഇവയൊന്നും നിന്നെ തകർക്കാനോ നിന്നെ വലിച്ചിഴയ്ക്കാനോ നിന്നെ ദുഃഖിപ്പിക്കാനോ അല്ല പ്രിയപ്പെട്ടവരെ. സഹനങ്ങൾ വരട്ടെ. സഹനങ്ങൾ കടന്നു വരുമ്പോൾ തിരിച്ചറിയുക, അവ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. കാത്തിരിക്കാനായിട്ട് മടുപ്പ് തോന്നല്ലേ, കാത്തിരിക്കാനായിട്ട് നിരാശ തോന്നല്ലേ, വേദന കടന്നു വരല്ലേ, പ്രത്യാശ കൈവെടിയല്ലേ, പ്രാർത്ഥന കുറയല്ലേ, ദൈവത്തോടുള്ള ഇഷ്ടത്തിന് കുറവ് വരുത്തല്ലേ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഈ ഗാനത്തിൻ്റെ വരികൾ ഹൃദയത്തിൽ മനസ്സിലാക്കി തന്നെ, ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ, ദൈവമേ, ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നുവെങ്കിൽ, സഹനങ്ങളും വേദനകളും കടന്നു വന്നുവെങ്കിൽ, ഈ ഒരു അർത്ഥത്തിൽ അവ എടുക്കുവാനായിട്ട് എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ. പ്രാർത്ഥനയോടെ നമുക്കൊന്ന് ചേർന്ന് പാടാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ
സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നന്ദി നാഥ നന്ദി. നന്ദി നാഥ നന്ദി. നന്ദി നാഥ നന്ദി. നന്ദി നാഥ നന്ദി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. സങ്കീർത്തന പുസ്തകം 119:71 ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഭ്യസിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ദൈവ പദ്ധതിക്ക് പാത്രമായി തീരുവാൻ ദൈവം നാം എല്ലാവരെയും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥന കേട്ട ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് സഹനങ്ങളുടെ വ്യത്യസ്ത തലങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വേള വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ, ഒരു വേള ദൈവത്തെ പഴി പറയാതെ, ഒരു വേള പ്രാർത്ഥനയിൽ കുറവ് വരുത്താതെ ദൈവ പദ്ധതിക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുതരുവാൻ ദൈവമേ ശക്തി തരണമേ, ശക്തി തരണമേ, ശക്തി തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.